ഞാനില്ല. അല്ല, ഇനി ഞങ്ങൾ സാറിനെ ഗവനിക്കുന്നതിന്റെ പോരായ്മ കൊണ്ട് വല്ലതുമാണോ? അല്ല, ഒരിക്കലുമല്ല. എനിക്കൊരപേക്ഷയുണ്ട്. ദയവായി ഇനി എന്നെ ഇതിന് നിർബന്ധിക്കരുത്. ഞാൻ പോകുന്നു. കോച്ച് സാറേ, എന്താ ഇതിന്റെ കാരണം എന്തെങ്കിലും പറഞ്ഞൂടെ? കാരണോ? അച്ഛൻ നീർക്കോലിയാണെങ്കിൽ മകൻ മൂർഖന്. അത് തന്നെ കാരണം. അല്ല വർഗിച്ചേട്ടാ, കാരണം ചോദിക്കുമ്പോ ഇയാളെന്തിനാ പാമ്പിന്റെ പേര് പറയുന്നത്? ഓ വേഷം. ഇനി എന്തെടുത്ത പരിപാടി? അവിടുന്ന് എന്താ റോസ്മേരി ഇത്? എന്നാ പുറപ്പെട. അച്ഛൻ പുറത്തിറങ്ങിയാലുടൻ ഞാൻ അവിടെ എത്തും. റോസ്മേരിയുടെ ഡാഡിയെ ചെന്ന് കാണും. ഒറ്റയ്ക്കല്ല, എന്റെ അച്ഛനും എന്നോടൊപ്പം ഉണ്ടാവും. കാര്യങ്ങൾ പറയും. അദ്ദേഹം സമ്മതിച്ചാലും ഇല്ലെങ്കിലും നീ എന്റെ സ്വന്തമാവും. അദ്ദേഹം സമ്മതിക്കുമെന്ന എന്റെ വിശ്വാസം. അവരെ കാണുന്നില്ലല്ലോ. എന്തെങ്കിലും വിശേഷം ഉണ്ടെങ്കിൽ നീ എന്നെ ഉടനെ അറിയിക്കണം. അർജുൻ, അശ്വിന്റെ അച്ഛൻ വിചാരിച്ചാൽ നിന്റെ അച്ഛനെ റിലീസ് ചെയ്യാൻ സാധിക്കുമെന്നാണ് എന്റെ വിശ്വാസം. അവന്റെ അച്ഛൻ കേന്ദ്രമന്ത്രിയല്ലേ, അയാൾ വിചാരിച്ചാൽ നടക്കില്ലേ? വേണ്ട, അത് ശരിയാവില്ല. നടന്നില്ലെങ്കിൽ നാണക്കേടാ. പിന്നെ അശ്വിനെ നമ്മളെ ഫേസ് ചെയ്യാൻ ബുദ്ധിമുട്ടാകും. ചെല്ലേ. ശരി. ഏതാവും പറഞ്ഞ കേന്ദ്രമന്ത്രി? ബോഡയ്യ. എന്താ അറിയോ? ബോഡയ്യ. ഞാൻ അറിയുന്ന പെൺകുട്ടിയാ രമ. അതുകൊണ്ടാ കൂടെ വിട്ടത്. അവിടെ നിന്നും തിരിച്ചു വന്നത് മുതൽ അവളുടെ പെരുമാറ്റത്തിലും സംസാരത്തിലും ആകെ ഒരു വ്യത്യാസം. ഞാൻ ഒരുപാട് തിരിച്ചും മറിച്ചും ചോദിച്ചു. പിന്നെ അവൾ സമ്മതിച്ചു. അവനുമായി പ്രേമത്തിലാണെന്നും അവനെ വിവാഹം കഴിക്കുള്ളെന്നും. അതാ അച്ചായന് ഞാൻ വേഗം വരാൻ പറഞ്ഞ് ഫോൺ ചെയ്തത്. നീ പറഞ്ഞപ്പോ അവനെ പറ്റി ഞാൻ അന്വേഷിച്ചു നാട്ടിൽ. അവനൊരു കള്ളക്കടത്തുകാരന്റെ മകനാ. കള്ളക്കടത്തുകാരനോ? അതെ. അയാളിപ്പോ ജയിലില്ല. ഇവൾക്ക് ഇത്ര ധൈര്യം എങ്ങനെ വന്നു? ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണക്കാരൻ ഞാൻ തന്നെ. അമ്മയില്ലാത്ത പെണ്ണല്ലേ, ലാളിച്ച് വളർത്തുകൊണ്ടുണ്ടായ ദോഷം തന്നെ. അവളവിടെ പുറത്തെവിടെയോ പോയിരിക്കുക. ഇനി അവൾ പഠിക്കണ്ട. പിന്നെ ഞാൻ തീരുമാനിച്ചിട്ടാ വന്നിരിക്കുന്നത്. നമ്മുടെ കരോട്ടെ ജോർജ് ഇല്ലേ, അവന്റെ മകൻ ജെയിംസ് കുട്ടി ഇവിടെ ഭാരത് ഇലക്ട്രിക്കൽസിൽ എഞ്ചിനീയറാ. ഞാനറിയും, ഒരു കറുത്ത പയ്യൻ. നിറം കറുപ്പാണെന്നേ ഉള്ളൂ, പക്ഷെ തൊഴിൽ കള്ളക്കടത്തൊന്നുമല്ല. ഞാനും ജോർജുമായി സംസാരിച്ചിട്ടുണ്ട്. അവർക്ക് സമ്മതമാണ്. ഞാനും സമ്മതിച്ചു. ബാംഗ്ലൂരിൽ വെച്ച് കല്യാണം നടത്താമെന്നും അവർ ഏറ്റിട്ടുണ്ട്. അവളോടൊരു വാക്ക് ചോദിക്കാതെ? എന്തിന്? ഞാൻ പറയുന്നവനെ അവളെ കെട്ടും. അല്ല സാർ, നമുക്ക് സുപ്രീം കോർട്ടിൽ അപ്പീൽ കൊടുക്കാം. എന്നാലും സാരമില്ല, നമുക്ക് ട്രൈ ചെയ്യാം സാർ. ശരി, ഞാൻ വൈകിട്ട് വീട്ടിലേക്ക് വരാം. ആ വരൂ. ഇത് മിസ്റ്റർ നാരായണൻകുട്ടി, കൊമേഴ്ഷ്യൽ ബാങ്കിന്റെ ഇവിടുത്തെ ബ്രാഞ്ച് മാനേജർ. ഹലോ, പ്ലീസ് സിറ്റ് ഡൗൺ. താങ്ക് യു. നമ്മുടെ വണ്ടികൾക്കൊക്കെ ഇവരാ ഫൈനാൻസ് ചെയ്തിരിക്കുന്നത്. അറിയാം. ഐ ഹാവ് കം വിത്ത് എ ബാഡ് ന്യൂസ്. എന്താ? ഇത് കോടതി ഡിഗ്രി ആണല്ലോ. അതെ, ഞങ്ങൾ ഫൈനാൻസ് ചെയ്ത 8 ലോറികൾ സീസ് ചെയ്യാനുള്ള ഓർഡർ ഉണ്ട്. നേരത്തെ നോട്ടീസ് അയച്ചിരുന്നു. എന്താ ആശാന ഇത്? ഞാൻ നേരിട്ട് സാറിനെ കണ്ട് പറഞ്ഞ കാര്യം സാർ സമ്മതിക്കുകയും ചെയ്തു. ആശാൻ എന്നെ കണ്ട് പറഞ്ഞത് ശരിയാണ്. നല്ല കസ്റ്റമർ ആണെങ്കിൽ സാധാരണഗതിയിൽ 3-4 മാസത്തെ ഇൻസ്റ്റാൾമെന്റ് ഡ്യൂസ് ഒരു പ്രശ്നമുള്ള കാര്യമല്ല. പിന്നെ ലീഗൽ ഫോർമാലിറ്റിക്ക് വേണ്ടി നോട്ടീസ് അയക്കും. ചിലപ്പോൾ ഒരു ഡിഗ്രി എടുത്ത് വെച്ചെന്നിരിക്കും. അതങ്ങനെ ഉപയോഗിക്കാറൊന്നുമില്ല. പിന്നെ ഇപ്പൊ എന്താ? ഞാൻ മാസശമ്പളം വാങ്ങുന്ന ഒരു ഉദ്യോഗസ്ഥനാണ്. ഇത് ഹെഡ് ഓഫീസിൽ നിന്നുള്ള ഇൻസ്ട്രക്ഷനാണ്. സാധാരണ അവർ ഇടപെടാറില്ല. ഇപ്പൊ എന്തോ പെട്ടെന്ന് ഹെഡ് ഓഫീസിൽ നിന്ന് ഇൻസ്ട്രക്ഷൻ വന്നിരിക്കുന്നു, RR പ്രൊസീഡ് ചെയ്യാൻ.
പൈസ പെട്ടെന്ന് എവിടുന്ന്? സാർ, കുറച്ച് ദിവസത്തെ അവധി കൂടി. സോറി, മാക്സിമം നാളെ ബാങ്ക് ടൈം വരെ. അതും എന്റെ റിസ്കിൽ. പറഞ്ഞു തുക മുഴുവൻ ഇതിലുണ്ട്. ഈ ഉപകാരം ഞാൻ ഒരിക്കലും മറക്കില്ല. എണ്ണ നോക്കണ്ടേ? വേണ്ട. പലിശ കൃത്യമായിരിക്കണം. പ്രോനോട്ടോ അങ്ങനെ വല്ലതും? ഒന്നും വേണ്ട. അനന്തന്റെ മകനെ എനിക്ക് വിശ്വാസമാണ്. താങ്ക്സ്. ഇതെന്താ മോനെ, തുടരെ തുടരെ ഓരോ പ്രശ്നങ്ങൾ. ആരെയെങ്കിലും കണ്ട് ആ ചേക്കുടിക്കാരുമായിട്ടൊരു ഒത്തുതീർപ്പിലെത്തിക്കൂടെ? വരട്ടെ. ഹലോ, ആ പണിക്കര അവരോടൊന്ന് പുറപ്പെട്ടു. ഒരു ക്രീം കളർ കോൺഗ്രസ് കാറാ. നമ്പർ ശ്രദ്ധിച്ചില്ല. ശരി. അച്ഛനെ, നമ്മുടെ പുറകെ ഒരു പോലീസ് ജീപ്പാണല്ലോ. ആ ശ്രീനി ഭരതനാണല്ലോ ഇരിക്കുന്നത്. അവരെന്തിനാ നമ്മളെ ഫോളോ ചെയ്യുന്നത്? അച്ഛനെ ബാഗ് തുറന്നു നോക്ക്. ഇത് നോട്ടാ. അത് മാറ്റി നോക്ക്. അയ്യോ, ബിസ്ക്കറ്റ് ആണല്ലോ. ചതിച്ചോ എന്റെ ദൈവമേ. അപ്പൊ ഞാൻ സംശയിച്ചത് ശരിയാ. കുഴപ്പമായല്ലോ. ഇനി എന്താ ചെയ്യാ? വേഗം വിട്. ഇപ്പൊ അവരെ കാണുന്നില്ല. ഓ, രക്ഷപ്പെട്ടു. കസ്റ്റംസ് ചെക്കിങ്ങാ. തിരിച്ചുവിട്ടാലോ? അയ്യോ, പോലീസ്. അയ്യോ, ഇനിയിപ്പോ എന്താ ചെയ്യാ? എന്നോട് ക്ഷമിക്കണം. ഈ വണ്ടി ഒന്ന് സെർച്ച് ചെയ്യണം. സാർ, മെഡിക്കൽ കോളേജ് കൊണ്ടുപോവാ. ആക്സിഡന്റാ. അയ്യോ അയ്യോ നാശം. പോയിക്കോ. ആ കോൺഗ്രസ്സാക്കാർ എന്താ വിട്ട് കളഞ്ഞത്? സാർ, അതൊരു ആക്സിഡന്റ് കേസാ. മെഡിക്കൽ കോളേജിലേക്കാ പോയത്. ചെക്ക് ചെയ്യാതെ ഒരു വാഹനവും വിടരുതെന്ന് ഞാൻ പ്രത്യേകം പറഞ്ഞിരുന്നില്ലേ? അതിലൊരാൾ ചോര. അവരിതുവരെ വിളിച്ചില്ലല്ലോ. ഇനിയിപ്പോ കസ്റ്റംസുകാരുടെ കയ്യിലാണ് കിട്ടിയിരിക്കുന്നതെങ്കിൽ അവർ നേരെ കോഴിക്കോട്ട് കൊണ്ടുപോയി കാണും. അതാ അവരുടെ ഒരു പതിവ്. ഹലോ ബാവാ. ഉണ്ട് സർ, കമ്മീഷണറാ. കമ്മീഷണറാ? അതെ. എന്തായി? ഇല്ലേ? ആര് പറഞ്ഞു? ഒരു ക്രീം കളർ കോൺഗ്രസ് ആയിരുന്നു. ആ പണിക്കർ എന്നോട് പറഞ്ഞതല്ലേ. നിങ്ങളുടെ ആളുകളത് മിസ് ചെയ്ത് പോയി കാണും. ആഹാ, നിങ്ങളെ കൊണ്ടൊക്കെ പിന്നെ എന്തിനു കൊള്ളാം. അങ്ങനെ ഒരു കാറേ അവര് കണ്ടിട്ടില്ലെന്ന്. അതവര് കള്ളം പറഞ്ഞതാ. അവരെ വെട്ടിച്ചവൻ കടന്നിളഞ്ഞു കാണും. ഞാൻ അന്നേ പറഞ്ഞില്ലേ അവനെ ബുദ്ധിയില്ലാത്തവനെന്ന് പറഞ്ഞ് തള്ളിക്കളയണ്ട, നമുക്ക് വീണ്ടും അബദ്ധം പറ്റുമെന്ന്. പറ്റി.
എന്നോട് ക്ഷമിക്കണം. ആ സമയത്ത് വേറൊരു നിവൃത്തിയില്ലാഞ്ഞിട്ട്. സാരല്ലാതെ അവന്മാരെ കൈ കിട്ടിയിരുന്നെങ്കിൽ ദേഹാസകലം പ്ലാസ്റ്റർ ആയിരുന്നേ. അയ്യോ, എന്താ വേദനയുണ്ടോ? തല താഴ്ത്തി വേദന. ഭയങ്കര വേദന. പൈസ അടച്ചോ? അടച്ചു. ആ ബിസ്ക്കറ്റ് എന്ത് ചെയ്യണം? ഞാൻ പറയാം. അതിനു മുമ്പ് എനിക്ക് ആ പണിക്കരെ വന്ന് കാണണം. സ്വർണ്ണോ? എനിക്കൊന്നും അറിയില്ല. എന്നെ ഒറ്റിക്കൊടുത്തതിന് പകരമായി ചേക്കുടി സഹോദരന്മാർ തനിക്ക് എന്ത് തന്നടോ? ചേക്കുടിയോ? എന്താ അറിയില്ലേ? താൻ എന്ത് വിചാരിച്ചു? മരിക്കുന്നവരെ ഞാൻ അകത്ത് കിടക്കുമെന്നോ? പ്രോനോട്ട് ഒപ്പിടാതെ കാശ് എന്ന് തിരിച്ചു തരാതിരിക്കാൻ വേണ്ടി കസ്റ്റംസും സ്വർണ്ണം എന്നൊക്കെ പറഞ്ഞ് നടത്തുന്ന ഈ നാടകം എന്റെ അടുത്ത് ചെലവാകില്ല. നാടകം തന്നെ. തന്റെ കാശ് തിരിച്ചു തരാൻ എനിക്ക് സൗകര്യമില്ല. ഇങ്ങനൊരു ഡീൽ നടന്ന കാര്യം മറന്നേക്ക്. അല്ലെങ്കിൽ തനിക്ക് കഴിവുണ്ടെങ്കിൽ താൻ വാങ്ങിക്കേ. എനിക്കതൊന്ന് കാണണം. ഇതാരാ? പണിക്കരാ? എന്താ വിശേഷം? വാ, അകത്തിരുന്ന് സംസാരിക്കാം. വരൂ. ആരാ പുറത്ത് രണ്ടുപേർ? ഗുണ്ടകളാ അതോ ബോഡി ഗാർഡ്സോ? അപ്പൊ ഞാൻ തല്ലിയാലേ കുഴപ്പമുള്ളൂ. എന്താ വിശേഷിച്ച്? ആ പൈസ കിട്ടിയില്ല. ഏത് പൈസ? അന്ന് വാങ്ങിയില്ലേ ലോറി സിസി എന്ന് പറഞ്ഞപ്പോ? ഓ, അതോ? അതിനകത്തുണ്ടായിരുന്ന സ്വർണത്തിന്റെ വില വേണ്ടേ? എന്നെ കുരുക്കാൻ സാധിക്കാത്തതുകൊണ്ട് ചേക്കുടി പണിക്കരുടെ നഷ്ടം നികത്തിയില്ലല്ലേ? അപ്പൊ അതങ്ങ് മൊത്തത്തിൽ പോട്ടെ പണിക്കരെ, അതാ നല്ലത്. എനിക്ക് എന്റെ കാശ് കിട്ടണം. തരില്ല. ഒരൊറ്റ ചില്ലിക്കാശ് തരില്ല. അന്ന് പുറകെ വിട്ടില്ലേ പോലീസിനെ? ഇപ്പൊ ചെന്ന് പറ, അവര് വാങ്ങിത്തരും. എന്നാ ഞാൻ വാങ്ങിക്കും. പുറത്ത് ഗുണ്ടകള്, അകത്ത് തോക്ക്. പണിക്കൊരാള് മോശമല്ലല്ലോ. അത് കഴിക്കും. താൻ ഇത്രയേ ഉള്ളൂ പണിക്കരെ, മനസ്സിലായില്ലേ? തന്നോട് മര്യാദ ഭാഷയിൽ സംസാരിച്ച എന്തുകൊണ്ടാണെന്നറിയാം? എന്നെ നശിപ്പിക്കാൻ താൻ പൈസ തന്നെങ്കിലും ഏതെങ്കിലും തരത്തിൽ അത് എനിക്ക് ഉപയോഗപ്പെട്ടു. അതിന്റെ നന്ദിയുണ്ട്. താൻ തന്ന സ്വർണവും പണവും ഏതെങ്കിലും നല്ല കാര്യങ്ങൾക്ക് ഞാൻ ഉപയോഗിക്കും. പക്ഷെ തനിക്ക് തരില്ല. അപ്പൊ താൻ പണം തരില്ല? ഇല്ല. പക്ഷെ ഇതിന് തന്നെ കരയിപ്പിക്കും. അതിനുള്ള വകുപ്പ് എന്റെ അടുത്തുണ്ട്. താൻ നോക്കിക്കോ. പണിക്കരെ, ഒരു ജന്മം കരയാനുള്ളത് മുഴുവൻ ഞാൻ കരഞ്ഞു കഴിഞ്ഞു. ഇനി താനായിട്ട് എന്നെ എന്ത് കരയിക്കാനാ? അതുകൊണ്ട് തന്നെ കൊണ്ട് എന്ത് ചെയ്യാൻ കഴിയുമോ താനെ ചെയ്യേ. പണിക്കരെ, പണമോ പോയി, പോരെങ്കിൽ സ്വർണ്ണവും കരയിക്കാൻ നടന്നിട്ട് ബാക്കിയുള്ളതും കൂടി കളയണം. റോസ്മേരിയുടെ വിവാഹം നിശ്ചയമായിരുന്നു ഇന്നലെ. പക്ഷെ നടന്നില്ല. പള്ളിയിൽ എല്ലാവരുടെയും മുന്നിൽ വെച്ച് മനസ്സമ്മതം ചോദിച്ചപ്പോൾ അവൾ തുറന്നു പറഞ്ഞു സമ്മതമല്ലെന്ന്. പിന്നെ ആകെ പ്രശ്നമായി. എന്ത് ചെയ്യാനാ? ചെറുക്കനും കൂട്ടരും അവരുടെ പാട്ടിന് പോയി. എന്നിട്ട് ബാക്കി വിശേഷമൊന്നും എനിക്കറിയില്ല. ഞാൻ എത്ര ശ്രമിച്ചിട്ടും അവളെ കാണാൻ കഴിഞ്ഞില്ല. ഏതായാലും 2 ദിവസം കഴിഞ്ഞ് നീ അവളെ ഒന്ന് വിളിക്കേ, അല്ലെങ്കിൽ അവിടം വരെ ഒന്ന് വാ. ആ, പിന്നെ വേറൊരു പ്രധാന കാര്യം പറയാനാണ് ഞാൻ വന്നത്. നീ എന്നെ ചീത്ത പറയരുത്. വളച്ചൊടിക്കാതെ കാര്യം പറയടാ. നിന്റെ അച്ഛന്റെ കാര്യം ഞാൻ അശ്വിനോട് പറഞ്ഞു. എന്തുകൊണ്ട് അവനെ നേരത്തെ അറിയിച്ചില്ലെന്ന് ചോദിച്ചാൽ അവൻ ചീത്ത പറഞ്ഞു. ഇന്നലെ അവൻ ഡൽഹിക്ക് പോയിട്ടുണ്ട്. അവനോട് പറയണ്ടായിരുന്നു. പറയാതിരിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. നിന്റെ അച്ഛന്റെ ജയിലിലെ സ്ഥിതി ഞാനും കണ്ടതല്ലേ. ഇത് പറയാൻ വേണ്ടിയാ ബാംഗ്ലൂരിൽ നിന്ന് ഞാൻ വന്നത്. ഇന്ന് തന്നെ തിരിച്ചു പോകും. സാറ് പറഞ്ഞ നേരാണ്. അത് ഇതുവരെ കൺഫേം ഒന്നും ആയിട്ടില്ല. അനന്തന്റെ അറസ്റ്റിനെ കുറിച്ച് അവർ ഡീറ്റെയിൽസ് ചോദിച്ചിട്ടുണ്ടാവും. ഡൽഹിയിൽ ആരെ അനന്തം പിടിച്ചത്? ആരെങ്കിലും ഉണ്ടോടോ അയാൾക്ക് അവിടെ? എനിക്കറിയത്തില്ല. അനന്തനെ പുറത്തു വിടാതിരിക്കാൻ ഇനി എന്താ ഒരു മാർഗം എന്ന് പറഞ്ഞ് എനിക്ക് എന്ത് ചെയ്യാനൊക്കും? ഡൽഹിയിൽ നിന്ന് വിളിച്ചു പറഞ്ഞാൽ ചെയ്യാതിരിക്കാൻ എനിക്ക് കഴിയില്ല.
വിടുവെന്ന അയാളുടെ സംസാരത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. എന്തൊരു നെറിവുകേടാ അയാൾ കാണിച്ചത്. നീ എന്തോന്നാ പറഞ്ഞേ? ആഭ്യന്തരമന്ത്രി ചേക്കുടി പ്രദേശിന്റെ സ്വകാര്യ സ്വത്താണെന്നോ നിന്റെ ഒക്കെ താളത്തിന് തുതുള്ളാൻ? അല്ല, ഞാൻ എന്തോന്ന് ഞാൻ ചെയ്യാവുന്നതിനപ്പുറം അയാൾ ചെയ്ത് നിന്നെയൊക്കെ കണ്ടിട്ടാണെന്നാ വിചാരം? മനുഷ്യനായ നന്ദി വേണം. നാക്കിന് ഞരമ്പില്ലാതെ സംസാരിക്കുന്ന എവനാ ഇപ്പൊ നീയും തുടങ്ങി. അയ്യോ വർക്കിച്ചേട്ടാ, ഞാൻ അറിയാതെ പറഞ്ഞു പോയതാ, ഒന്ന് ക്ഷമിക്ക്. അയാളുടെ മുകളിലുള്ളവർ പറഞ്ഞ അയാൾക്ക് ഒഴിവാക്കാൻ ഒക്കുവോ? അനന്തം തിരിച്ചു വന്ന പകരം വീട്ടുമെന്നുള്ള ഭയമാണോ? അക്കാര്യത്തിന് ഒരു സംശയവും വേണ്ട. എണ്ണം പറഞ്ഞ അയാൾ കണക്ക് തീർക്കും. അനന്തന്റെ കാര്യം വെച്ചാൽ ഇങ്ങോട്ട് വിട്ടുക, ബാക്കിയാന്ന് നോക്കിക്കോളാം. നീ ഒന്ന് വിട്ടുകൂടെ, അവൻ ഉടനെ നടത്തും. അക്കാര്യത്തിൽ എന്താ സംശയം? ചെറിയാൻ കുഞ്ഞിനെ കൊച്ചാക്കൊന്നും വേണ്ട. അന്ന് കല്യാണ പാർട്ടി വെച്ചൊരു അബദ്ധം പറ്റിപ്പോയെന്ന് വെച്ച് താനെന്താടോ പണിക്കരെ അത്യാവശ്യമായിട്ട് എന്നെ കാണണമെന്ന് പറഞ്ഞേ? പറയാം. എന്താടോ കാര്യം? നിങ്ങൾ കാരണം എനിക്കൊരു വൻ നഷ്ടമുണ്ടായി. അതിന് സ്വർണം ഞങ്ങളല്ലേ തന്നത്? എന്റെ പൈസ പോയില്ലേ? താൻ ഇത് പറയാനാ വന്നേ? അല്ല, നാളെ മിക്കവാറും അനന്തം പുറത്തിറങ്ങി. ആ. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യമല്ല, എനിക്കും. അനന്തനെ മാത്രമല്ല, അയാളുടെ വേണ്ടപ്പെട്ടവരെയും ശിക്ഷിപ്പിക്കാനുള്ള ഒരു തെളിവ് എന്റെ പക്കലുണ്ട്. എന്താന്ന് പറയടൂ. പക്ഷെ നഷ്ടപ്പെട്ട എന്റെ കാശ് കിട്ടണം. നഷ്ടപ്പെട്ടതിന്റെ ഇരട്ടി ഞാൻ തരാം. താൻ കാര്യം പറ. പറയാൻ വാ. ഈ കഥ പറഞ്ഞേര്. ഞാൻ കാരണം സാറിന് ഒരുപാട് ചീത്ത കേൾക്കേണ്ടി വന്നു. ഓ, അത് സാരമില്ല. വരട്ടെ. ഓ, ഞാൻ ക്രൈംബ്രാഞ്ച് SP ആണ്. നിങ്ങൾ അറസ്റ്റ് ചെയ്യാൻ ഒരു വാറന്റ് ഉണ്ട്. എന്താ കാര്യം? വായിക്കടൂ. അനന്തൻ മകൾ രമയുടെ മെഡിക്കൽ കോളേജ് അഡ്മിഷന് വേണ്ടി മാർക്ക് ലിസ്റ്റ് തിരുത്തിയ കേസിൽ 1-ാം പ്രതി കീഴ്ക്കോട് പരമേശ്വരൻ മകൻ അനന്തൻ 55 വയസ്സ്, 2-ാം പ്രതി കീഴ്ക്കോട് അനന്തൻ മകൾ രമ 19 വയസ്സ് എന്നീ പ്രതികളെ. സാർ, എന്റെ മകൾ നിരപരാധിയാണ്. അവളെ ഒന്നും ചെയ്യരുത്. അതൊക്കെ കോടതി പറഞ്ഞാൽ മതി. സാർ, ഞങ്ങൾ കോടതിയിൽ നേരിട്ട് ഹാജരായിക്കൊള്ളാം. നിങ്ങൾ ജീപ്പിൽ കയറുന്നുണ്ടോ? മോൾ ഇക്കാര്യത്തില് തന്നോട് കയറാനല്ലേ പറഞ്ഞേ? അവൾ നിരപരാധിയാണ്. തന്നോട് കയറാനല്ലേ പറഞ്ഞേ? ഒരു കാരണവശാലും തന്നോടല്ലേ പറഞ്ഞേ? കയ്യിൽ പെടരുത്. മോനെ, മോനെ, പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ. അവളെ വിട്ടുകൊടുക്കരുത്. ജീവൻ പോയാലും അവളെ വിട്ടുകൊടുക്കരുത്. ആശാന് കേസ് കൊണ്ട് വീട്ടിൽ പോണം. അവർ എത്ര നിർബന്ധിച്ചാലും രമയെ വിട്ടുകൊടുക്കരുത്. ആശാനെ, എനിക്ക് മനസ്സിലായി, വിട്ടുകൊടുക്കില്ല. എന്തു വന്നാലും ശരി. സാർ, പ്ലീസ് ആ കുട്ടിയെ അറസ്റ്റ് ചെയ്യരുത്. മാറണം അങ്ങോട്ട്. മര്യാദയ്ക്ക് മാറുന്നതാണ് നല്ലത്. ഞങ്ങളുടെ ജോലി തടസ്സപ്പെടുത്തരുത്. ദയവ് ചെയ്ത് ഞങ്ങൾ പറയുന്നൊന്ന് കേൾക്കണം. അവൾ നിരപരാധിയാണ്. ആരൊക്കെയോ വൈരാഗ്യം കൊണ്ട്. അതെല്ലാം കോടതി പറഞ്ഞാൽ മതി. ഞങ്ങൾക്ക് അറസ്റ്റ് ചെയ്യാനുള്ള ഓർഡർ ഉണ്ട്. ഞങ്ങൾ അറസ്റ്റ് ചെയ്യും. സാറിനില്ല സഹോദരിമാരെ, ആ കുഞ്ഞിനെ ഉപദ്രവിക്കരുത്. അറസ്റ്റ് ചെയ്ത് നാട്ടുകാരുടെ മുമ്പിൽ നാണം കെടുത്തരുത്. DYSPയോട് പറഞ്ഞപ്പോ അയാൾക്ക് വലിയ വിഷമം. അനന്തന്റെ മോളെ അറസ്റ്റ് ചെയ്യാൻ ഞാൻ കമ്മീഷണറെ വിളിച്ചു പറഞ്ഞു. അയാൾ ആളെ അയച്ചിട്ടുണ്ട്. എന്താടോ പേപ്പർ കീറുന്നേ? അവന്റെ ആ DYSPയുടെ ചീട്ട് കീറാൻ സമയമായല്ലോ എന്ന് ഓർത്ത് കീറിപ്പോയതാ. അപ്പൊ കാശ് ഉടനെ തരാൻ പറയണം. തരാടോ പണിക്കരെ, ഞാൻ വീട്ടിലെത്തിച്ചേക്കാം. ശരി, ഞാൻ ഇറങ്ങട്ടെ. ഓ, ഞാൻ പ്രതീക്ഷിക്കും. എത്തിക്കാടോ. ആ, എന്താ? എന്റെ അച്ഛനെ വീണ്ടും അറസ്റ്റ് ചെയ്തു. അനിയത്തിക്ക് അറസ്റ്റ് വാറന്റുണ്ട്. അവൾ നിരപരാധിയാണ്.
ദയവ് ചെയ്ത് അവളെ അറസ്റ്റ് ചെയ്ത് അപമാനിക്കരുത്. ഇതേ പോലീസ് സ്റ്റേഷൻ അല്ല, എന്റെ വീടാ. അനിയത്തിയെ അറസ്റ്റ് ചെയ്യാതിരിക്കണമെങ്കിൽ കാണേണ്ടവരെ താൻ കാണണം. അവിടെ ചെന്നപ്പോ അറിയാൻ കഴിഞ്ഞത് ഈയുടെ കാര്യങ്ങൾ തീരുമാനിക്കുന്ന ഇവിടാണെന്നാ. ഓഹോ, എങ്കിൽ ദാക്ഷിണ്യം ഒട്ടും പ്രതീക്ഷിക്കണ്ട. അവളെ അറസ്റ്റ് ചെയ്യും. തന്നെ കൊണ്ട് ഞാൻ വേണ്ടത് പറയിപ്പിച്ചാലോ? എന്താ ഭീഷണിയാണോ? അതെ, ഭീഷണിയാ. ശങ്കരേട്ടാ, രാമൻകുട്ടി താനെന്താ ഇവരുടെ കൂടെ? എന്താ ഇയാളെ ഞങ്ങൾക്ക് കിട്ടില്ലെന്ന് വിചാരിച്ചോ, അതോ ഇയാളൊന്നും മിണ്ടില്ലെന്ന് കരുതിയോ? പണിക്കരെ, ആരായി രാമൻകുട്ടി? അപ്പൊ ഞാൻ പറയാം. ഇയാളാണ് പണിക്കരുടെ മാർക്ക് ലിസ്റ്റുകൾ തിരുത്തി കൊടുക്കുന്ന യൂണിവേഴ്സിറ്റിയിലെ ഉദ്യോഗസ്ഥൻ. അഡ്മിഷൻ വേണ്ട ആളുകളെ തേടിപ്പിടിച്ച് വൻ തുകകൾ വാങ്ങി ഇയാൾക്ക് നക്കാപ്പിച്ചു കൊടുത്ത് പണിക്കർ കാര്യം സാധിക്കും. എന്റെ അനിയത്തെ അറസ്റ്റ് ചെയ്തുകൊണ്ട് മാത്രം ഇത് അവസാനിക്കില്ല. അവളുടെ പേര് കോടതിയിൽ വന്നാൽ പല പ്രമുഖന്മാരുടെ മക്കളുടെ പേരും അവിടെ വെച്ച് പുറത്താകും. അക്കൂട്ടത്തിൽ സാറിന്റെ സുഹൃത്തും രക്ഷിതാവുമായ ആഭ്യന്തരമന്ത്രി ഗോപാലപിള്ളയുടെ മകളുടെ പേരും വരും. മന്ത്രിയുടെ മകളായതുകൊണ്ട് കോടതിയിൽ കേസ് ചാർജ് ചെയ്യില്ല എന്ന് നിയമമൊന്നുമില്ലല്ലോ. പാവം കുറച്ച് ദിവസം അയാളുടെ മന്ത്രി കസേരയിലോട്ട് കയറിയിട്ട് അതിന് മുമ്പേ ചീഞ്ഞ് നാറി ഇറങ്ങേണ്ടി വരും. ഇനി താൻ തീരുമാനിച്ചോ എന്താ വേണ്ടതെന്ന്? ഈ പറഞ്ഞതെല്ലാം നേരാണോട് പണിക്കരെ? ഹലോ, കമ്മീഷണർ അല്ലേ? ഇത് എബ്രഹാം വർക്കി. ഞാൻ മുമ്പ് വിളിച്ചു പറഞ്ഞിരുന്ന ആ കേസ് രജിസ്റ്റർ ചെയ്യണ്ട.